ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ വർഗീയ നിലപാടുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിം കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായതാണ്. രണ്ടാം വട്ടവും അധികാരം പിടിച്ചെടുത്തപ്പോൾ അക്രമവാസന കുറെ കൂടി വർദ്ധിച്ചു യോഗി സർക്കാരിന് എന്ന് പറയേണ്ടി വരും. എന്നാൽ എല്ലാ കാലവും ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് യോഗി കരുതേണ്ടതില്ല. അതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്നും വിട്ടയക്കാത്തതിൽ യു.പിയിലെ ജയിൽ വകുപ്പിനെതിരെ സുപ്രീം കോടതി നടപടിയെടുത്തിരിക്കുകയാണ്. മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരമുള്ള കേസിൽ ഏപ്രിൽ 29-ന് ജാമ്യം ലഭിച്ചിട്ടും മോചനം വൈകിയതിന് യോഗി സർക്കാർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ പ്രകാരം സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണെന്നും തൻ്റേതല്ലായ കാരണത്താൽ വ്യക്തിക്ക് കുറഞ്ഞത് 28 ദിവസത്തേക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്നും ജസ്റ്റിസുമാരായ കെ.വി. വിശ്വനാഥൻ, എൻ. കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. മതപരിവർത്തന വിരുദ്ധ നിയമത്തിൻ്റെ ഉപവകുപ്പുകൾ ജാമ്യ ഉത്തരവിൽ പറയുന്നില്ലെന്ന കാരണത്താലാണ് മോചനം വൈകിപ്പിച്ചത്. ഹിന്ദു യുവതിയെ നിയമവിരുദ്ധമായി മതം മാറ്റി വിവാഹം ചെയ്തെന്ന കേസിലാണ് പ്രതിയായ മുസ്ലിം യുവാവിന് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നും മോചിപ്പിക്കാത്ത ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഏപ്രിൽ 29-ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മെയ് 27-നാണ് ഗാസിയാബാദിലെ വിചാരണ കോടതി മോചന ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ പ്രതിയെ ഗാസിയാബാദ് ജില്ലാ ജയിലിൽ നിന്നും വിട്ടയച്ചത് ജൂൺ 24-നായിരുന്നു. കോടതി ഉത്തരവുകളുണ്ടായിട്ടും എത്ര പേർ നിങ്ങളുടെ ജയിലുകളിൽ ഇങ്ങനെ കഴിയുന്നുണ്ടെന്ന് ദൈവത്തിന് അറിയാമെന്നതാണ് ഉത്തർപ്രദേശിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞത്. സത്യത്തിൽ നിരവധി പേർ ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂനപക്ഷ വേട്ട ഒരു സർക്കാർ നയം പോലെയാണ് യോഗി സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും അത്തരം നടപടികൾക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ ഈ നീക്കം വലിയ യോഗി സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.